ഇന്നലെ തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്ന് വന്ന വാർത്തയാണ് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി എന്നുള്ളത്. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ളതിന്റെ അപ്ഡേറ്റിലേക്ക് നമ്മൾ പോകുന്ന റിപ്പോർട്ടിലേക്കാണ്. ഈ കേസിൽ ചുരുളഴിക്കാൻ പോലീസ്. ദേവേന്ദുവിന്റെ അമ്മാവനായി പ്രതി ഹരികുമാറിനും മാതാവ് ശ്രീധുവിനും അടുപ്പമുള്ള പൂജാരി പ്രദീപിനെ ചോദ്യം ചെയ്യുകയാണ്. അന്വേഷണത്തോട് ഹരികുമാർ സഹകരിക്കുന്നില്ല. ശ്രീധുവിനെ കുറ്റവിമുക്തയാക്കിയിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കി. കൊലപാതകം നടത്തിയത് താനെന്ന് കുട്ടിയുടെ അമ്മാവനായ ഹരികുമാർ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ കൊലപാതക കാരണത്തിലാണ് അവ്യക്തത. മറ്റാരെങ്കിലും കൊലപാതകത്തിൽ സഹായിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുകയാണ് പോലീസ്. കുഞ്ഞിന്റെ മാതാവിനും പ്രതിയായ ഹരികുമാറിനും അടുപ്പമുള്ള പൂജാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കരിക്കകം സ്വദേശിയായ പ്രദീപ് പറയുന്ന നിർദ്ദേശങ്ങളായിരുന്നു ഇരുവരും കൂടുതലായി അനുസരിച്ചിരുന്നത്. ഇയാളുമായി ശ്രീധുവിന് സാമ്പത്തിക ഇടപാടുമുണ്ട്. ഇത് അന്വേഷണ പരിധിയിൽ വരും. എല്ലാവരും സംശയനിഴലിലാണെന്നും ആരെയും ഒഴിവാക്കിയിട്ടില്ലെന്നും റൂറൽ എസ് പി KS സുദർശൻ പറഞ്ഞു. ഇല്ല, ഇതുവരെയുള്ള നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഈ നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതിക്ക് ഇതിൽ പങ്കുള്ളതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണം നടന്നെങ്കിൽ മാത്രമാണ് പങ്കുള്ളതായിട്ടോ അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. മൊബൈൽ ഫോണെല്ലാം പരിശോധനയ്ക്ക് അയക്കും. കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ പിതാവ്, സഹോദരി, മുത്തച്ഛൻ, മുത്തശ്ശി തുടങ്ങിയവരെയും സ്റ്റേഷനിലെത്തിച്ച് മൊഴിയെടുക്കുകയാണ്. കൊലപാതകത്തിൽ ശ്രീധുവിന്റെ പങ്കന്വേഷിക്കണമെന്ന് ഭർത്താവ് ശ്രീജിത്ത് മൊഴി നൽകി. ഹരികുമാർ മുൻപും കുട്ടികളെ ഉപദ്രവിച്ചിരുന്നതായി ശ്രീധുവിന്റെ മൊഴിയുണ്ട്. ഇതിലും വ്യക്തത വരുത്തും. ശ്രീധുവും ഹരികുമാറും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ വീണ്ടെടുക്കാൻ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഇന്ന് വൈകുന്നേരത്തോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. റിമാൻഡിന് ശേഷം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്താനാണ് പോലീസ് ആലോചന. 24 തിരുവനന്തപുരം.